ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി വിപഞ്ചികയുടെയും മകൾ വൈഭവിയുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇന്ന് നിർണായക തീരുമാനമുണ്ടാവും. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരുമായി വിപഞ്ചികയുടെയും ഭർത്താവ് നിധീഷിന്റെയും ബന്ധുക്കൾ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. ഗാർഹിക പീഡന നിയമപ്രകാരം നിധീഷിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വിപഞ്ചികയുടെ അമ്മയും സഹോദരനും ഇന്ന് ഷാർജ പോലീസിൽ പരാതി നൽകിയേക്കും. സുരേഷ് വെള്ളിമുറ്റം വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സുരേഷ്, ഏതായാലും ഭൗതികദേഹം അവിടെ തന്നെ സംസ്കരിക്കുക എന്ന തീരുമാനത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇന്നിനി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? തീരുമാനങ്ങൾ എന്തായിരിക്കും? മോത്തി, ഇരുവരുടെയും ഭൗതിക ശരീരം ഇവിടെ സംസ്കരിക്കുക എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനത്തിൽ മാറ്റം വന്നു എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും നിതീഷ് ഉറച്ചു നിൽക്കുന്നത് ഇവിടെ തന്നെ സംസ്കരിക്കണം എന്നുള്ളതാണ്. കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണം എന്നുള്ളതാണ് നിതീഷ് പറയുന്നത്. തനിക്ക് യാത്രാ നിരോധനമുണ്ട്. നാട്ടിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിന്റെ മൃതശരീരം അവിടെ സംസ്കരിക്കുകയാണെങ്കിൽ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഷാർജയിൽ സംസ്കരിക്കണം എന്നുള്ളതാണ് നിതീഷിന്റെ ആവശ്യം. ഇന്നലെ ചർച്ചകളിലൊക്കെ ആ ആവശ്യമാണ് ഉന്നയിച്ചത്. ഇന്ന് വീണ്ടും കൂടിക്കാഴ്ചയുണ്ട്. അതേ ആവശ്യം തന്നെ ഉന്നയിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് നിതീഷിന്റെ ബന്ധുക്കളൊക്കെ പറയുന്നത്. അതേസമയം അമ്മയുടെയും വിഭജികയുടെ അമ്മയുടെയും മറ്റും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചെറിയൊരു മാറ്റം, അവർ മൃതദേഹം വിട്ടുകിട്ടണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നു മൃതദേഹം വിട്ടുകിട്ടണമെന്നല്ല, മറിച്ച് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണം. അത് നിതീഷിന്റെ വീടായിട്ടുള്ള കോട്ടയത്തേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, വിഭജികയുടെ വീടായിട്ടുള്ള കൊല്ലത്തേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. സ്വാഭാവികമായും ഇവിടെ സംസ്കരിക്കരുത്. ഇരുവരുടെയും മൃതദേഹം ഒരിടത്ത് സംസ്കരിക്കണം, അത് നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കണം. ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ ഇന്ന് വീണ്ടും ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തും. അതിനുശേഷമായി കേസ് കൊടുക്കും, പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് കുടുംബം നേരത്തെ വ്യക്തമാക്കിയിരുന്നല്ലോ സുരേഷ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? അത്തരത്തിലൊരു കേസ് കൊടുത്താൽ നിധീഷിനെതിരെ ആ ഭരണകൂടം എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കാൻ സാധ്യത? മോത്തി, ഈ വിഭജികയും വൈഭവിയും നമ്മളോടൊപ്പം ഇല്ലാതായിട്ട് ഒരാഴ്ച പിന്നിട്ടു. കഴിഞ്ഞ ആഴ്ച ചൊവ്വാഴ്ച രാത്രിയിലാണ് ഈ മരണം സംഭവിക്കുന്നത്. വൈകുന്നേരം 6:30ക്കും 10 മണിക്കും ഇടയിൽ സംഭവിച്ചു എന്നുള്ളതാണ് വിലയിരുത്തൽ. അങ്ങനെയാണ് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളതും. ഇങ്ങനെ ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ വിഷയത്തിൽ ഇന്നാണ് ഇപ്പോൾ ഷാർജ പോലീസിന്റെ മുന്നിലേക്ക് ഒരു ഗാർഹിക പീഡന പരാതി എത്താൻ പോകുന്നത്. വിഭജികയുടെ അമ്മ ശൈലജയും സഹോദരൻ വിനോദും എത്തിയിട്ടുണ്ട്. വിനോദ് തന്നെ രാത്രിയിലാണ് കാനഡയിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ളത്. രണ്ടുപേരും ഇന്ന് ആദ്യം ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ പോയി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അറബിക് ട്രാൻസ്ലേഷൻ ഒക്കെ നടത്തിയതിനു ശേഷം പരാതി ഇന്ന് നേരിട്ട് പോലീസിന് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൊരു വിഷയമുള്ളത്, ഇന്നലെ രാവിലെ ഈ വിഭജികയുടെ അമ്മ ശൈലജയും മറ്റു ബന്ധുക്കളും ഒക്കെ ഷാർജ കോടതിയിൽ പോവുകയും പ്രോസിക്യൂഷനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഇന്നലെ പ്രോസിക്യൂഷൻ പറഞ്ഞത്, ഈ കുട്ടി വിഭജിക ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുന്നിൽ ഒരു പരാതി തന്നിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. മരണശേഷമാണ് ഞങ്ങളുടെ മുന്നിൽ പരാതി വന്നിട്ടുള്ളത്. 1. 2 ക്രിമിനൽ കുറ്റം ആ വിഭജിക ചെയ്തിട്ടുണ്ട്. 1 ആത്മഹത്യ, അത് ക്രിമിനൽ കുറ്റമാണ്. ഈ നാട്ടിൽ അത് അനുവദിക്കില്ല. 2ാമത്തെ ക്രിമിനൽ കുറ്റം എന്ന് പറയുന്നത് കൊലപാതകമാണ്, സ്വന്തം കുഞ്ഞിനെ കൊന്നു. അങ്ങനെ 2 ക്രിമിനൽ കുറ്റം ചെയ്തു. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുന്നിൽ ഒരു പരാതി, ഒരു SMS ഒന്നും വന്നിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു വീഴ്ച അക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇവർക്ക് അക്കാര്യം ഇന്നലെ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നാണ് ഇപ്പോൾ ഈ ഗാർഹിക പീഡന പരാതി എത്താൻ പോകുന്നത്. അതിൽ വിഭജികയുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിപ്പാടുകൾ, അതോടൊപ്പം തന്നെ വിഭജിക എഴുതി വെച്ചിട്ടുള്ള ആത്മഹത്യാ കുറിപ്പ്, വിഭജിക മറ്റുള്ളവർക്ക് അയച്ചിട്ടുള്ള വോയിസ് നോട്ടുകളുണ്ട്. ഇതെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ടായിരിക്കും പരാതി കൊടുക്കാൻ പോകുന്നത്. ആ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ ഇനി പോലീസ് എന്ത് തുടർ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അത് കോടതിയുടെ മുന്നിലെത്തി പ്രോസിക്യൂഷനൊക്കെ എന്ത് തുടർ നടപടി സ്വീകരിക്കുന്നു, അതിന് സ്വാഭാവികമായും നാളുകൾ കൂടുതൽ വേണ്ടിവരും ആ അന്വേഷണത്തിന്. പക്ഷേ ഇതിപ്പോൾ ഏറ്റവും പ്രധാനം മൃതദേഹം വിട്ടുകിട്ടുക, മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വിഭജികയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. നിതീഷ് മറുവശത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇന്നലെ ഈ കുഞ്ഞിന്റെ മൃതദേഹം വിട്ടുകൊടുക്കാൻ വേണ്ടി കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിട്ടുണ്ട് നിതീഷിന് അനുകൂലമായിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിതീഷ് ഈ മൃതദേഹം എടുക്കുന്നത്. കുഞ്ഞിന്റെ മൃതദേഹവുമായി സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ഷാർജയിലെ ശ്മശാനത്തിലേക്ക് പോകുകയും ചെയ്യുന്നത്. അവിടെ കുഞ്ഞിന്റെ മൃതദേഹം എത്തിക്കുന്നതിന് തൊട്ട് മുൻപ് നിതീഷിന്റെ ബന്ധുക്കളൊക്കെ അവിടെ എത്തിയിരുന്നു. അവർ നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ്. സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവിടെ എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന്
ഫോൺ വരുന്നതും നിതീഷിനെ എത്രയും പെട്ടെന്ന് ഏതായാലും കോൺസുലേറ്റിൽ അതൊരു നിർണായക ഘട്ടത്തിൽ എത്തണമെന്നാണ്. അത്തരം ഒരു തീരുമാനം വരുന്നു. ആശ്വാസകരമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഈ ഘട്ടത്തിൽ ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ കുടുംബാംഗങ്ങൾക്കുണ്ട്. രണ്ടാളിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് സംസ്കരിക്കണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. അത്